സ്ത്രീകളിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടറിൽ പറയുന്നത്. കൊച്ചി VPS ലേക്ഷർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മിത ജോയിയാണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് ആകുമ്പോൾ നോർമലി ഷെഡായി പോകുന്നത് യൂട്രസിൻ്റെ ഉള്ളിലത്തെ ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് പറയും. അതിൻ്റെ എൻഡോമെട്രിയത്തിലെ സ്ട്രോമയും ഗ്ലാൻസും എല്ലാം യൂട്രസിൻ്റെ പുറത്ത് ചില പല തിയറീസ് വന്നിട്ട് അവിടെ ബ്ലീഡ് ചെയ്യും ഓരോ പ്രാവശ്യവും പീരീഡ്സ് ആകുമ്പോൾ. അതിനാണ് നമ്മൾ എൻഡോമെട്രിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലീഡ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ അബ്ഡോമിനിൽ വരും. ഈ എൻഡോമെട്രിയോസ് എവിടെ വേണമെങ്കിലും നമുക്ക് വരാം. ഔട്ട്സൈഡ് യൂട്രസ് എവിടെ വേണമെങ്കിലും വരാം. കോമണസ്റ്റ് ആയിട്ട് വരുന്നത് ഓവറീസിലാണ്. ഓവറീസിൽ വരാം, യൂട്രസിൻ്റെ ബാക്കിൽ യൂട്രോസൈക്കിൾസ് അങ്ങനെ വരാം. ഈവൻ നമുക്ക് ലങ്സിൽ വരെയും എൻഡോമെട്രിയോസ് വരാം. ലങ്സിൽ എൻഡോമെട്രിയോസിൽ യൂഷ്വലി എന്ന് വെച്ചാൽ പീരീഡ്സിൻ്റെ സമയത്ത് ചെസ്റ്റ് പെയിൻ, ചിലർ ബ്ലഡ് സ്പിറ്റ് ചെയ്യും, ഹീമോപ്റ്റൈസ് എന്ന് പറയും, അങ്ങനെ വരും. അത് സൈക്ലിക്കലി, അതായത് എല്ലാ പീരീഡ്സിൻ്റെ സമയത്തും അങ്ങനെ വരും. ലങ്സിൽ എൻഡോമെട്രിയോസ് റെയറാണ്, ഞാൻ പറഞ്ഞത് അത്രയും വരെയും നമുക്ക് വരാം. അല്ലാത്ത എൻഡോമെട്രിയോസിൻ്റെ കോമണസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്ത് പെയിനാണ്. അത് സിവിയർ പെയിൻ ആയിരിക്കും. ചിലർക്ക് പീരീഡ്സ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പേ തുടങ്ങും, ത്രൂ ഔട്ട് ദ പീരീഡ്സ് ലാസ്റ്റ് ചെയ്യും. പിന്നെ അടുത്തത് ഡിസ്പെരീനിയ, അതായത് കോണ്ടാക്റ്റിൻ്റെ സമയത്ത് സിവിയർ പെയിൻ അങ്ങനെ വരാം. പിന്നെ ക്രോണിക് പെൽവിക് പെയിൻ എന്ന് പറയും. കുറേയും കൂടെ സിവിയർ ആകുമ്പം ഈ ഇൻഫ്ലമേഷൻ വന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അഡ്ഹഷൻസ്, ഒട്ടിപ്പിടിക്കലുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പേഷ്യൻറ്റിന് എപ്പോഴും ഒരു പെയിൻ, പെൽവിസിൻ്റെ ഏരിയയിൽ ഒരു പെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ കോമണസ്റ്റ് സിംറ്റം. പിന്നെ യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാം. എല്ലാ ക്രാംസും നമുക്ക് എൻഡോമെട്രിയോസ് കൊണ്ടൊന്നല്ല. നമ്മൾ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരു ദിവസത്തെ പെയിൻ അല്ലെങ്കിൽ കുറച്ച് സമയത്തെ പെയിൻ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ നമ്മളൊരു നോർമലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് പെത്തോളജിക്കൽ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ അത് മോർ ദാൻ 1 day നിൽക്കുന്നു, ചിലപ്പോൾ പീരീഡ്സിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുന്നു, ത്രൂ ഔട്ട് ദ പീരീഡ്സ് ലാസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ. അത് യൂഷ്വലി എന്തെങ്കിലും പ്രോബ്ലംസ്, എൻഡോമെട്രിയോസ് ആവാം, ഫൈബ്രോയിഡ്സ് ആവാം, എന്തെങ്കിലും പെത്തോളജിക്കൽ കോസസ് കൊണ്ടാണ് അങ്ങനത്തെ ഈ പീരീഡ് ക്രാംസ് വരുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.